ട്രെയിലർ വിജയമായതിലൂടെ കിസ്മത്ത് എന്ന സിനിമയും ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിക്കുകയാണ്. സമകാലിക കേരള സമൂഹത്തിൽ ഒരു ദളിത് മുസ്ലിം പ്രണയം എങ്ങനെ സമൂഹം നോക്കിക്കാണുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് സംവിധായകൻ രാജീവ് രവി നിർമ്മിച്ച് നവാഗതനായ ഷാനവാസ് കെ ബാപ്പൂട്ടി സംവിധാനം ചെയ്ത കിസ്മത്ത്. പൊന്നാനിയിൽ നടന്ന ചില യഥാർത്ഥ സംഭവങ്ങളെ ആധാരമാക്കി ഒരുക്കിയിരിക്കുന്ന ഒരു റിയലിസ്റ്റിക് സിനിമ. ഒറ്റവാക്കിൽ പറഞ്ഞാൽ പ്രണയത്തിന്റെ മതം തേടുന്ന കിസ്മത്ത്. യുവത്വത്തിന്റെ പ്രസരിപ്പും കൗമാരക്കാരന്റെ അങ്കലാപ്പുകളും മികച്ച അഭിനയത്തിലൂടെ കാഴ്ചവെക്കുകയാണ് ഇർഫാനിലൂടെ ഷെയ്ൻ നിഗം. ഇർഫാൻ എന്ന ഇർഫുവിന്റെയും അവനേക്കാൾ 5 വയസ്സിന് മൂത്ത അനിത എന്ന ദളിത് പെൺകുട്ടിയുടെയും പ്രണയവും അത് നേരിടുന്ന പ്രതിസന്ധികളുമാണ് കിസ്മത്തിൽ പറയുന്നത്. അനിതയായി ശ്രുതി മേനോനും മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇർഫാന്റെയും അനിതയുടെയും പ്രണയത്തെ വീട്ടുകാർ എതിർക്കുമ്പോൾ അവർ പോലീസിൽ സഹായം തേടുകയും ഒടുവിൽ പോലീസ് സ്റ്റേഷനിൽ അകപ്പെട്ടു പോകുന്നതും പിന്നീട് അവിടെ നടക്കുന്ന പലതരം സംഭവങ്ങളുമാണ് ചിത്രത്തിന്റെ ആദ്യ പകുതി. കർക്കശക്കാരനും വക്രബുദ്ധിക്കാരനുമായ SI അജയ് മേനോനായി വിനയ് ഫോർഡിന്റെ അഭിനയവും മികച്ചു നിൽക്കുന്നതാണ്. വ്യത്യസ്ത മതക്കാരായ രണ്ടുപേരുടെ പ്രണയത്തെ എങ്ങനെയെല്ലാം പ്രതിരോധിക്കുന്നു എന്നതാണ് ചിത്രത്തിന്റെ രണ്ടാം പകുതിയിൽ പറയുന്നത്. സാക്ഷര സമ്പന്നമായ നമ്മുടെ കേരളത്തിൽ വ്യത്യസ്ത മതസ്ഥരുടെ പ്രണയം എത്രമേൽ വെല്ലുവിളി നേരിടുന്നു എന്നതിന്റെ നേർക്കാഴ്ചയായിരുന്ന രാജീവ് രവിയുടെ അന്നയും റസൂലും എന്ന ചിത്രത്തോട് കഥാസന്ദർഭങ്ങളാൽ പലപ്പോഴും കിസ്മത്തിന് സാമ്യം തോന്നാമെങ്കിലും ഒരു റിയലിസ്റ്റിക് സിനിമയുടെ സൗന്ദര്യം കിസ്മത്തിന് നൽകാൻ കഴിഞ്ഞതിൽ സംവിധായകൻ ഷാനവാസ് കെ ബാപ്പൂട്ടിക്ക് അഭിമാനിക്കാം. സുനിൽ സുഗത, അലൻ സിയർ, മറ്റു പുതുമുഖ താരങ്ങളൊക്കെ മികച്ച പ്രകടനമാണ് കിസ്മത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. കൂടാതെ കിസ്മത്തിലെ പാട്ടുകളും ഇതിനോടകം തന്നെ ഹിറ്റായി കഴിഞ്ഞു. എന്തായാലും ഒരു കാര്യം പറയാം, കിസ്മത്ത് പ്രേക്ഷകരെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല. സമയമില്ലാത്ത ഒരാൾ വന്നിട്ടുണ്ട്, വിളിക്കട്ടെ.